സൗദി അറേബ്യ ബേസാക്കുക എന്ന ഒന്ന് ഇല്ല. സൗദി അറേബ്യ ബേസാക്കുക എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. സൗദി അറേബ്യയേക്കാൾ നമ്മൾ 2.5 മണിക്കൂർ ഇപ്പുറത്തേക്കാണ്. സൗദിനേക്കാൾ അപ്പുറത്തുള്ള സമയം ഉണ്ടാവും. സൗദി നേരെ അപ്പുറത്ത് പോയിക്ക് ഒരു പിറകോട്ടാ പോകും. ഇപ്പൊ സൗദി അറേബ്യയിൽ 11:30 മണിയാണ്. അതേസമയം സൗദി അറേബ്യയിൽ മാസം കാണുമ്പോ നമ്മളെ സംബന്ധിച്ച് രാത്രി 8 മണിയോ 8:30 ആയിട്ടുണ്ടാവും. സൗദി അറേബ്യ മാസം കാണുമ്പോ അസ്റായ നാടുണ്ടാവും, ബുഹ്റായ നാടുണ്ടാവും, ഓരൊക്കെ സ്വീകരിക്കും. അപ്പൊ സൗദി അറേബ്യയെ ബേസാക്കുക എന്നുള്ളത് പൊതുവായി ഉള്ള നയമല്ല, അങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പറ്റുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നാട്ടിൽ പോയി പെട്ടു, ആ നാട്ടിലൊക്കെ സംവിധാനമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് ഇനി എന്ത് ചെയ്യും, എന്തെന്ന് വേണല്ലോ. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ മക്കയെ സ്വീകരിക്കാം. അത് സൗദി അറേബ്യ എന്ന രാജ്യം ഉണ്ടെങ്കിലും ഒക്കെ സൗദി അറേബ്യ പെട്ടത് നബിന്റെ കാലത്ത് സൗദി അറേബ്യ ജനം അത് മക്ക രാജ്യമാണ്, മദീന മറ്റൊരു രാജ്യമാണ്. നബി മക്കത്തുനിന്ന് ഹിജ്റ പോയത് മദീനത്തേക്കല്ലേ. അന്ന് മക്ക ഒരു നാട്, മദീന മറ്റൊരു നാട്, ത്വായിഫ് വേറൊരു നാട്. നബി ആദ്യം പോയി നോക്കി ത്വായിഫ് നാട്. ഇന്നോ മക്കും മദീന ത്വായിഫൊക്കെ ഒറ്റ രാജ്യത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ അത് ഇനിയും മാറാം. സൗദി അറേബ്യയുടെ ബൗണ്ടറികൾ ഒരു പക്ഷെ ഇനിയും മാറിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് മാത്രം സൗദി അറേബ്യയെ ബേസായി സ്വീകരിക്കാം. അല്ലാതെ സൗദി അറേബ്യ മൊത്തം ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ച് സ്വീകരിക്കുക എന്ന് എവിടെയും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യ വാങ്ങുകൊടുത്താൽ മുസ്ലിങ്ങളില്ലല്ലോ. സൗദി വാങ്ങുകൊടുക്കണേ, ഇഖാമത്ത് കൊടുക്കണേ, ഇമാം കയ്യട്ടൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. എന്നാലും നമ്മളിവിടെ കേൾക്കലില്ല. സൗദി അറേബ്യ മാസം കണ്ടാൽ ആ സമയത്തല്ല ഇവിടെ മാസം ഉണ്ടാവില്ല. സമയം 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യ നോമ്പൊക്കെ നേരം നോമ്പൊക്കെയില്ല. നമ്മള് അതിന് മുമ്പേ നോമ്പൊക്കെ പോയിട്ടുണ്ടാവും. സൗദി അറേബ്യ മരുമാൻ കൊടുക്കട്ടെ, ഇതിനെ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ എന്ന് സൗദി അറേബ്യ ബേസാക്കി നോമ്പ് തോറ്റോലും നോമ്പ് തുടങ്ങലും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഉദയാസ്തമയത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അതിൽ ഇവിടുത്തെ കേൾക്കുമ്പോൾ തരക്കില്ല തോന്നും. പക്ഷെ അതൊന്നും ന്യായമല്ല. മാത്രമല്ല അത്തരം തത്വങ്ങളുമായി വരുന്ന ആളുകൾ ഒരു പദം ന്യായം എന്നാ തർക്കം ഒഴിവാകും, എല്ലാവർക്കും ഒരേപോലെ ആവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ തത്വമായി വരുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ തരക്കില്ല തോന്നും. പക്ഷെ അതോട് ഇപ്പൊ സംഭവിച്ചെന്താണ്, സൗദി അറേബ്യ ബേസ് ആക്കുന്ന ആളുകൾ കേരളത്തിൽ ഒറ്റപ്പെട്ടവരാണ്. ഓരോ സ്വീകരിച്ചത് ലോകം മൊത്തം തർക്കം തീർക്കാനാണ്. ഒരു സ്വീകരിച്ചപ്പോൾ ഉണ്ടായതോ അങ്ങനെ വീട്ടിലടക്കം തർക്കം ഉണ്ടായി. വീട്ടിൽ പണ്ട് ഓരോ ഒപ്പം നോക്കിയ ആളുകൾ ഒരു പോലീസ് നേരത്തായി. നാട് മൊത്തം ഒന്നാകാൻ വേണ്ടി തുടങ്ങിയ സിസ്റ്റം അവനാണ് വീട്ടിലടക്കം രണ്ടാവാണ് ഉണ്ടായത്. അല്ലാതെ അതുകൊണ്ട് ഐക്യം ഉണ്ടാവുകയല്ല, ഉള്ള ഐക്യം കൂടി പൊളിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും അങ്ങനെ ലോകം മൊത്തം ഐക്യപ്പെടാന്നുള്ളത് പോളിസി ഇല്ല. സമയത്തിന്റെ കാര്യത്തിൽ ലോകം മൊത്തം ഒന്നാക്കാൻ പറ്റും. ഇത് ഉരുണ്ടതാണ്, ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം ഒരേ ടൈം സോണൊക്കെ വരിക, എല്ലാവരും ഒരേപോലെ സൂര്യോദിക്കാം, ഒരേപോലെ അസ്തമിക്കാം എന്നുള്ളത് അന്ന് വെച്ചിട്ടില്ല. പിന്നെ നമ്മള് ഇത് മാത്രം ലോകത്ത് മൊത്തം ഒരേ സമയത്താകണമെന്ന് പറഞ്ഞത് അർത്ഥമൊന്നുമില്ല.